എല്ലാവർക്കും അല്ലേ അത് വേണം. ഹായ് ചെല്ലാം, ഇതായിരിക്കും ഇപ്പോഴത്തെ സിറ്റുവേഷന് നല്ലത്. വിപ്ലവ സിംഹം സഖാവ് പ്രകാശ് രാജ്. ഈ പ്രകാശ് രാജ് പോയി നിൽക്കുന്ന വേദിയ കലഞ്ചറിന്റെ മകൻ സ്റ്റാലിൻ, സ്റ്റാലിൻ്റെ മകൻ ഉദയനിധി, ഉദയനിധിയുടെ മകൻ ഇമ്പനിധി അവരുടെ DMKയുടെ വേദി പോയി നിന്നിട്ട് വിജയുടെ ഡ്രൈവറിൻ്റെ മകൻ MLA, ഒരു ഓട്ടോ ഡ്രൈവർ MLA. എന്താണ് പ്രകാശ് രാജ്? ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു സത്യരാജ്, പിന്നെ കുറേ വാലുകൾ. ഇതൊന്നും പറ്റത്തില്ല. കേരളത്തിൽ 24 ഒരു ഹാഷ്മി റിപ്പോർട്ടർ ചാനൽ ഒരു അരുണിനാണെങ്കിൽ വിജയ് എന്നോ TVK എന്നോ പറഞ്ഞാലേ ദഹിക്കത്തേ ഇല്ല. വിജയ്ക്ക് 1% വോട്ട് കിട്ടാനോ വിജയ് ജയിക്കാനോ ഈ വരുന്ന ആൾക്കൂട്ടം ഒരു നടനെ കാണാൻ വേണ്ടി മാത്രം എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങളും അരുണും ആഷ്മിയും ഒക്കെ എഴുതിയത്. 75 വർഷ പാർട്ടി DMK, വലിയൊരു നേതാവ് സ്റ്റാലിൻ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ വിജയും TVKയും എന്താവാൻ? ஒரு மாற்றத்திற்கான ஒரு எலெக்ஷன். ஒட்டுமொத்த தமிழ்நாட்டு மக்களும் அந்த மாற்றத்தை கொண்டு வர போற அந்த எலெக்ஷன் இது உங்களாலேயோ இல்ல அந்த மற்றும் பலர்னாலேயோ ஒன்றும் தடுக்க முடியாது. ഫസ്റ്റ് നമ്മളെ പയ്യന്മാർ തൂക്കിയതേ സ്റ്റാലിനാണ്, പിന്നെ DMK. ആര്? ഇവിടുത്തെ ചില മാധ്യമങ്ങൾ. അതിൽ ഒരു പ്രധാനപ്പെട്ട മാധ്യമമാണ് ജനം TV. ആ ജനം TVയിലെ റിപ്പോർട്ടർ എപ്പോഴും പറയുന്ന പേരെന്താ? ജോസഫ് വിജയ്. ആടാ, ജോസഫ് വിജയ് തന്നെ. ആ ജോസഫ് വിജയ് തന്നെ തൂക്കി, ആരുമില്ലാതെ ഒറ്റയ്ക്ക്.